പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ലൂക്ക 2:35. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഇന്ന് സെപ്റ്റംബർ 15, വ്യാതുല മാതാവിൻ്റെ തിരുനാൾ. മാതാവിൻ്റെ 7 വ്യാതുലതകളും ദൈവപുത്രൻ്റെ പീഡാനുഭവങ്ങളും അനുസ്മരിക്കുന്ന ദിനം. തിരുസങ്കടങ്ങളോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാൻ സെർവൈറ്റുകൾ ആരംഭിച്ച തിരുനാൾ 1817 സഭയുടെ ആഗോള തിരുനാളായും തുടർന്ന് 1913 മുതൽ 10-ാം പിയൂസ് പാപ്പയുടെ പ്രഖ്യാപനമനുസരിച്ച് സെപ്റ്റംബർ 15 ആഘോഷിച്ചു വരുന്നു. പ്രിയപുത്രൻ്റെ പീഡാനുഭവത്തിലും മരണത്തിലും ഒപ്പം നടന്നൊരമ്മയുടെ നെഞ്ചു പിളർത്തിയ 7 വ്യാതുലതകൾ അനുസ്മരിക്കുന്നതിനാൽ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ 7-ാം ദിവസം ഈ തിരുനാൾ ആചരിക്കുന്നു. ഷിമയോൻ്റെ പ്രവചനം, ഈജിപ്തിലേക്കുള്ള പലായനം, ബാലനായ യേശുവിൻ്റെ 3 ദിവസത്തെ തിരോധാനം, കാൽവരി യാത്രയിൽ അമ്മയും മകനും കണ്ടുമുട്ടിയത്, യേശുവിൻ്റെ ക്രൂശിതാവസ്ഥയും മരണവും, തിരുശരീരം കുരിശിൽ നിന്ന് ഇറക്കുന്നതും യേശുവിൻ്റെ മൃതസംസ്കാരവും ഉൾപ്പെടുന്ന 7 വ്യാകുലതകൾ അനുസ്മരിക്കപ്പെടുമ്പോൾ അമ്മയുടെ കണ്ണുനീര് കൂടിയാണ് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ സുവിശേഷമായതെന്ന് ഓർമ്മിക്കാനും നമ്മുടെ ജീവിതവ്യതകളെ അമ്മയുടെ പ്രാർത്ഥനകളാൽ കുരിശോട് ചേർത്ത് സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.